ഹലോ ഗായ്സ്, ഇപ്പോൾ രാത്രി സമയം കാണിച്ചു തരാം 12:10. അപ്പോൾ ഈ രാത്രി 12 മണിക്ക് 12:10 എന്താണെന്നല്ലേ, ഇതിപ്പോൾ അടുത്ത ദിവസം തുടങ്ങിയല്ലോ. മോളുടെ ബർത്ത്ഡേ ആണ്, ഇളയ മോളുടെ. നാളെ, അതായത് നാളെ കഴിഞ്ഞുള്ള തിങ്കളാഴ്ച അച്ചാച്ചൻ്റെയാണ്. അപ്പോൾ 2 പേർക്കും കൂടെ ഒരുമിച്ചൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അച്ചാച്ചൻ അറിയത്തില്ല. ഞാൻ അച്ചാച്ചന് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഷർട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളത്. മോക്കറിയില്ല ഞാൻ കേക്ക് വാങ്ങി വെച്ചു എന്നുള്ളത്. അപ്പോൾ എന്തായാലും മോളോട് റെഡിയായി വരാൻ പറഞ്ഞിട്ടുണ്ട്. പപ്പയെ പറ്റിക്കാനാണെന്നാണ് പറഞ്ഞേക്കുന്നത്. പപ്പയോട് പറഞ്ഞേക്കുന്നത് മോളുടെ കേക്ക് മുറിക്കാനാണെന്നാണ്. അപ്പോൾ ആ കേക്കിനകത്ത് അച്ചാച്ചൻ്റെയും മോളുടെയും പേര് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അച്ചാച്ച ഉറങ്ങാണ്. അച്ചാച്ചനെ നമുക്ക് വിളിക്കാൻ പോകാം. ബാ കേട്ടോ, നമുക്ക് പോകല്ലേ വിളിക്കാൻ. ചാച്ചാ, സമയമായി, ബാ എഴുന്നേക്ക്. കൊച്ചിൻ്റെ ബർത്ത്ഡേ അല്ലേ. എണീക്ക്. ഹാപ്പി ബർത്ത്ഡേ. വേഗം എഴുന്നേക്ക്. ഇവിടെ ഒരാളത് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ പറയാൻ. ഇത് അച്ചാച്ചൻ്റെ ആണെന്ന് അറിയേണ്ടത്, അതുകൊണ്ട് ഇതൊരു പാർട്ടി ഇങ്ങനെ വെച്ചേക്കാം. ഇനി മോൾക്ക് ചെറിയൊരു സർപ്രൈസും കൂടെ കൊടുക്കുന്നുണ്ട്. അവൾ കേൾക്കും കേട്ടോ. അവളുടെ ചേച്ചിയോടും ചേട്ടനോടും പറഞ്ഞിട്ടുണ്ട് ഫോൺ ചെയ്യാൻ ഈ സമയത്ത് കേക്ക് മുറിക്കുമ്പോൾ. അപ്പോൾ അതും കൂടെ നോക്കാം. ടുട്ടു ഇങ്ങനെ കയറി പോരെ. ബാ നോക്ക്, നമുക്ക് ചേച്ചിയെ വിഷയം. ടുട്ടു ഓടി വാ. ഗൈസ്, എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഒരാളെ വിളിച്ചുണർത്തിയിട്ട് ഒരാൾ ഇവിടെ വന്ന് കിടക്കുന്നു. ഇതാണ് അവസ്ഥ. കട്ടിലേന്ന് വിളിച്ചുണർത്തി ഇതേ സോഫയിൽ വന്ന് കിടക്കുന്ന ഒരാള്. അപ്പൊ അച്ചാച്ച അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. അച്ചാച്ച അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ഇപ്പൊ ഞാന് കേക്ക് എടുക്കാം കേട്ടോ. ബാ അപ്പോൾ അവിടെ വീഡിയോ കോളിലുണ്ട് കുട്ടികള്. ഹണി, നീ പ്രതീക്ഷിച്ചോ കേക്ക് എങ്ങനെ മേടിക്കുമെന്ന്? അല്ല, ഇന്ന് മേടിക്കുമെന്ന് ഉദ്ദേശിച്ചോ? ഇപ്പൊ കിട്ടട്ടെ എന്ന് വിചാരിച്ചോ? അതേട്ടാ, ഇപ്പൊ പറയണ കേട്ടോ. ഇപ്പൊ കട്ട് ചെയ്യുന്ന വിചാരിച്ചോ? മേടിച്ചെന്ന് വിചാരിച്ചോ? അതൊക്കെ കേറ്റി. നീ അപ്പം നിന്നാ പോരെ, കുഴി എണ്ണുണ്ടല്ലോ. എങ്ങനെയുണ്ട്? എന്താ എഴുതിയേക്കുന്നതിനകത്ത്? ഹാപ്പി ബർത്ത്ഡേ ഹണിമോൾ ആൻഡ് അച്ചാച്ചൻ. ഇങ്ങനെ ഒരു സാധനം അപ്പൊ മേടിച്ച ഞാൻ ആരായി ഇപ്പൊ പറയണം. കൊതി വിട്ടിട്ട് അറിയട്ടു. ഇതെന്തോ ഹാപ്പി ബർത്ത്ഡേ ടു യു ഹണി ആൻഡ് അച്ചാച്ച. ആരും പാടാൻ വേണ്ടി ടുട്ടു പാടാന്ന് പറയുന്നത്. പപ്പയ്ക്ക് എടുത്തോ. ഇതെന്തുവാടേ? ഹാപ്പി ബർത്ത്ഡേ അച്ചാച്ച. ഹാപ്പി ബർത്ത്ഡേ. ഓപ്പൺ ചെയ്യ. ഇതെന്റെ പൈസയൊന്നും അല്ലാതെ നിങ്ങളുടെ മൂത്ത സന്താനം എനിക്ക് അയച്ചു തന്നതാ പൈസയൊക്കെ. നമ്മുടെ ടുട്ടുവിനും കൂടെ ഞാൻ കഴിച്ചോ. അങ്ങനെ നമ്മുടെ പപ്പയുടെ സർപ്രൈസ് ഗിഫ്റ്റ് പൊട്ടിക്കുകയാണ്. ഇഷ്ടപ്പെട്ടോ? മുഖം നോക്കട്ടെ, ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന്? അച്ചാച്ച കളർ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്?
നമുക്കൊന്നും ഇല്ലെന്ന ഈ ഇട്ടേക്കുന്ന ഇന്ന് എടുത്ത ഡ്രസ്സ്. പപ്പ പെരിന്തൽമണ്ണയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന 2 ഡ്രസ്സ്. നമ്മുടെ ബർത്ത്ഡേ ഇങ്ങനെയൊക്കെ ഉള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ കഴിഞ്ഞു ഗായ്സ്. അപ്പൊ ഇനി ബാക്കി നാളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ടാറ്റാ ബൈ.